27 നക്ഷത്രങ്ങളിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുവായ ചില ഫലങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമനാണ്. ഭൂമി, ഭൂതവും ഗണം മനുഷ്യഗണവുമാണ്. ഭരണി നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയും പക്ഷി പുള്ളും വൃക്ഷം നെല്ലിയുമാണ്. നെല്ലി വൃക്ഷം വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നതും അതിനെ പരിപാലിക്കുന്നതുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നന്മ നൽകുന്ന കാര്യങ്ങളാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ രത്നം ഡയമണ്ടാണ്. നക്ഷത്രനാഥനായി വരുന്നത് ശുക്രനാണ്. ശാന്ത സ്വഭാവമുള്ള ഒരു പ്രകൃതമാണ് ഭരണി നക്ഷത്രക്കാർ. ആരെങ്കിലും പറയുന്ന പരിക്കൻ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാത്ത, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ശുദ്ധ ഹൃദയത്തിന് ഉടമകളാണ് ഈ നക്ഷത്രക്കാർ. വലുതും ആകർഷണീയവുമായ കണ്ണുകളോട് കൂടിയ ഭരണി നക്ഷത്രക്കാർ നിരീക്ഷിക്കുന്ന ആളുകളുമായി ഇവരുടെ കണ്ണുകൾ സംസാരിക്കുന്നത് പോലെ തോന്നാം. അത്രത്തോളം മാന്ത്രിക ശക്തി കണ്ണുകൾക്കുണ്ട്. മാന്ത്രിക വശീകരണമുള്ള പുഞ്ചിരിയും നല്ല പെരുമാറ്റവും കൊണ്ട് ആരെയും ആകർഷിക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാർ പൊതുവെ നോക്കുമ്പോൾ വളരെ ആകർഷണമുള്ളവരായി തന്നെ കാണപ്പെടുന്നു. ചിലപ്പോഴൊക്കെ ഇവരുടെ പ്രവൃത്തി കണ്ടാൽ പുറമേ പരുക്കരാണ് എന്ന് തോന്നുമെങ്കിലും ലളിതമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കും. മനസ്സിൽ എത്രമാത്രം ദുഃഖമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും ഇവർ പുറമേ കാണിക്കാതെ വളരെ പ്രസന്നമായി കാണപ്പെടും. പൊതുവെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ലൊരു ധാരണ ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകാം. ഭരണി നക്ഷത്രക്കാർക്ക് ശക്തമായ തേജസ്സും ധൈര്യവും മുൻകോപവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിഷ്കളങ്ക സ്വഭാവത്തിനുടമകളുമാണ്. സ്വന്തമായ അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ പറയാനുള്ള കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി പെട്ടെന്ന് വിരോധത്തിലാവാനുള്ള സാധ്യതയുമുണ്ട്. അത് സ്വന്തം കുടുംബത്തിൽ മാത്രമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇവരുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞിരിക്കും. ഈ സ്വഭാവമുള്ളതിനാൽ മറ്റുള്ളവരുടെ അംഗീകാരം പെട്ടെന്ന് നേടണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള മുഖം നോക്കാതെയുള്ള തുറന്നു പറച്ചിൽ ഈ നക്ഷത്രക്കാർക്ക് വേദനകളും സമ്മാനിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും. നല്ല നേതൃപാടവമുള്ളവരും സാമാന്യതയിൽ കവിഞ്ഞ പ്രതിഭാശാലികളുമായിരിക്കും. ഇവരുടെ കൈമുതലായ ഈ അറിവുപയോഗിച്ച് എന്ത് കാര്യവും വളരെ വേഗം നടത്തിയെടുക്കാനുള്ള ശേഷിയുണ്ടാകും. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇവരുടെ പ്രവൃത്തി കണ്ടാൽ നല്ല മടിയന്മാരായി കാണാറുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും യുക്തിപൂർവം ആലോചിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുത്ത ശേഷം പ്രവർത്തിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. മറ്റുള്ളവരെ സ്വാധീനിച്ച് കാര്യസാധ്യം നടത്തുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. സ്വപ്രയത്നം കൊണ്ട് എന്തും നേടിയെടുക്കുന്ന ഇവരുടെ പ്രകൃതം കാണുമ്പോൾ പലർക്കും ഇവരുടെ അസൂയയും ശത്രുതയും തോന്നാറുണ്ട്. മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് കാര്യവും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാറുമുണ്ട്. സമൂഹത്തിൽ തൻ്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല എന്ന ദുഃഖവും ഇവരെ ആ ഘട്ടങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതേസമയം മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നതിൽ ഇവർ മിടുക്കരുമാണ്. അത് ഇവരുടെ ശുദ്ധ ഹൃദയത്തിൻ്റെ ഒരു ലക്ഷണമായി കണ്ടാൽ മതി. കാരണം അതുകൊണ്ട് മറ്റുള്ളവർക്ക് വലിയ ദോഷമൊന്നും വരില്ല എന്നത് തന്നെ. ശരിയായ ദിശയിലുള്ള ഇവരുടെ പ്രവർത്തനം കൊണ്ട് താൻ പ്രവർത്തിക്കുന്ന പ്രൊഫഷനിൽ മറ്റുള്ളവർക്ക് ഇവരോട് അഭിമാനം തോന്നാറുമുണ്ട്. ഭരണി നക്ഷത്രക്കാർ കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്നവരും നല്ല റൊമാൻറ്റിക് സെൻസ് ഉള്ളവരുമാണ്. നല്ല ദൈവവിശ്വാസമുള്ളവരും മഹാമനസ്കരും മറ്റുള്ളവരോട് അനുകമ്പയും സഹതാപവും ഉള്ളവരാണ്. ആരോടും നയത്തിലും വിനയത്തോടെയും പെരുമാറാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. മറ്റുള്ളവർക്ക് ഇവർ ആരെയും വകവയ്ക്കാത്ത ഒരാളായി തോന്നുമെങ്കിലും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടവരെയും കൃത്യമായി ബഹുമാനിക്കുന്നവരും മറ്റുള്ളവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ മടിയില്ലാത്തവരുമാണ്. ആത്മീയ വിഷയങ്ങളിലും താല്പര്യമുള്ളവരാണ്. ഈ നക്ഷത്രക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരും രാജകീയ ജീവിതശൈലിയിൽ ജീവിക്കുന്നത് ആസ്വദിക്കുകയും ചെയ്യുന്നവരുമാണ്. മാത്രമല്ല കല, ഗാനാലാപനം, കളികൾ കൂടാതെ കായിക വിനോദം എന്നിവയിലും ഇവർ താല്പര്യം കാണിക്കാറുണ്ട്. ഭരണി നക്ഷത്രക്കാർ വളരെ നേരത്തെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുമുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. സന്താനഭാഗ്യമുള്ളവരും പുത്രഭാഗ്യമുള്ളവരുമാണ്. കുടുംബത്തിൽ നിന്നും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരിൽ വന്നു ചേരാറുണ്ട്. ആരുടെയും കീഴിൽ അവരുടെ ചിലവിൽ കഴിയാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുകയും അത് വിജയത്തിലെത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. കല്യാണശേഷം നല്ല സാമ്പത്തികാവസ്ഥയും ഒന്നിലധികം വീടുകളും ഭൂമിയും മറ്റു സമ്പത്തുക്കളും വന്നു ചേരാനുള്ള ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ ഉണ്ടായാൽ
അതിനെ ക്ഷമയോടെ അംഗീകരിക്കാനുള്ള സഹനശക്തിയുള്ളവരുമാണ്. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യമാണെങ്കിൽ പോലും അതിലെന്തെങ്കിലും തെറ്റ് കണ്ടാൽ എത്ര വേണ്ടപ്പെട്ടവരോടും പെട്ടെന്ന് ദേഷ്യപ്പെട്ടുവെന്നും വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് ശ്രദ്ധയോടെ പെരുമാറിയാൽ നന്നായിരിക്കും. എന്നാൽ മറ്റുള്ളവരോട് ഇത്തരത്തിൽ എതിർത്ത് സംസാരിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരോട് ക്ഷമിച്ച് പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാകാനും ഇവർക്ക് മടിയില്ല. ആരോഗ്യപ്രദമായ അടുപ്പം നഷ്ടപ്പെടുവാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും ഇവരുടെ ഭാഗം കുറ്റവിമുക്തമായിരിക്കുവാൻ ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നു. ഇവർ സത്യസന്ധരും ഇവരുടെ ആത്മാഭിമാനത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നവരുമാണ്. അതിനാലാണ് ഇവരുടെ എല്ലാ കർത്തവ്യങ്ങളും സ്വയം ചെയ്യുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ ചില നേട്ടങ്ങളും അതേസമയം കോട്ടങ്ങളും സംഭവിക്കാറുണ്ട്. എന്തൊക്കെ കോട്ടങ്ങൾ സംഭവിച്ചാലും ആരുടെ മുമ്പിൽ തലകുനിക്കുന്ന സ്വഭാവം ഭരണി നക്ഷത്രക്കാർക്കില്ല. മാത്രമല്ല മറ്റുള്ളവരുടെ ഉപദേശത്തിനായി ഇവർ കാത്തു നിൽക്കാറുമില്ല. തനിക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ മടിയില്ലാതെ ചെയ്യാൻ താല്പര്യമുള്ളവരുമാണ്. ഇവരുടെ ബാല്യകാലം കുറച്ച് ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള സഹായങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഭരണി നക്ഷത്രക്കാർ അധികാര സ്വഭാവമുള്ളവരാണ്. എന്നാൽ അത് അഹംഭാവത്തോടെയുള്ള ഒരു അധികാര സ്വഭാവവുമല്ല. എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർ ഒരു അഹങ്കാരിയാണെന്നൊക്കെ തോന്നിയേക്കാം. പൊതുമേഖലകളിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതേസമയം താൻ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. നല്ല മനഃശക്തിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. കരച്ചിൽ, ചിരി തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ഇത് ശുഭത്വം, സൗന്ദര്യം കൂടാതെ കല എന്നിവയെ സൂചകമാക്കുകയും ചെയ്യുന്നു. സൗന്ദര്യത്തിൻ്റെ ആരാധകനും സുഖലോലുപനും സംഗീതപ്രേമിയും കലാപ്രേമിയും ഒരു സഞ്ചാരിയുമൊക്കെയാകാനും ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. സംഗീതം, നൃത്തം, കല കൂടാതെ അഭിനയം, വിനോദവും അരങ്ങുമായി ബന്ധപ്പെട്ട ജോലികളും, മോഡലിംഗ്, ഫാഷൻ ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി കൂടാതെ വീഡിയോ എഡിറ്റിംഗ് കൂടാതെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ബിസിനസ്, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, കൃഷി, പരസ്യം, മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, ഹോട്ടൽ വ്യവസായം, നിയമം, അധ്യാപനം, പത്രപ്രവർത്തനം, പ്രസ്, ഗണിതം, ശാസ്ത്ര നിരീക്ഷണം, ജ്യോതിഷം മുതലായ മേഖലകളിലൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് മികച്ച വിജയം ലഭിക്കുന്നതാണ്. പണം സമ്പാദിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. രാജകീയമായ ജീവിത രീതി ചില നക്ഷത്രക്കാർക്കിടയിൽ കാണാറുമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ചിലർക്കെങ്കിലും അക്കാദമിക് വിദ്യാഭ്യാസം ലഭിക്കാതെ വരുന്ന സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ അത്തരം ഒരു ഘട്ടത്തിലും തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. രോഹിണി, തിരുവാതിര, പൂയം, പൂരം, പൂരാടം തുടങ്ങിയ നക്ഷത്രക്കാരുമായുള്ള സഹവാസം ഈ ഭരണി നക്ഷത്രക്കാർ കുറയ്ക്കുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രക്കാർ അവരുടെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. കൂടാതെ അവരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ഇരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നുമില്ല. വിവാഹത്തെക്കുറിച്ചാണെങ്കിൽ ഇവർ 23-നും 27-നും വയസ്സിനിടയിൽ വിവാഹിതരായേക്കാം. ഈ നക്ഷത്രക്കാർ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ധാരാളം പണം ചെലവാക്കുകയും ചെയ്യും. കാരണം കുടുംബത്തിന് അത്രയും പ്രാധാന്യം അവർ കൊടുക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ പണം ധാരാളമായി ചെലവഴിക്കാൻ ഇവർ തയ്യാറാകുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിയിൽ നിന്നും അവർക്ക് ആവശ്യത്തിന് സ്നേഹവും പിന്തുണയും കൂടാതെ വിശ്വാസവും ലഭിക്കുന്നതാണ്. സുന്ദരമായ കുടുംബജീവിതം ആസ്വദിക്കുന്നവരുമാണ് ഈ ഭരണി നക്ഷത്രക്കാർ.